എമ്പുരാൻ എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? ഇഷ്ടമായി. ലൂസിഫറിന്ന് എമ്പുരാനിലോട്ട് വന്നപ്പോൾ എന്തൊക്കെ പ്രതീക്ഷയായിരുന്നു? അത് കണ്ടപ്പോഴത്തേക്ക് അതുപോലെ എത്തിയിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. സിനിമ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട് എല്ലാവരുടെയും? നല്ല കുഴപ്പമില്ല, തരക്കേടില്ല. മഞ്ജു ചേച്ചി പൊളിച്ചല്ലോ. പൊളിച്ചു. ഓക്കെ, നന്നായിട്ടുണ്ട്, വർക്കൗട്ട് ആയിട്ടുണ്ട്. വിഷ്വൽ എഫക്റ്റ് ഒക്കെ കൊള്ളാം, കുഴപ്പമില്ല. ഓക്കെ. ഇല്ല, അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഇത് ഉള്ളതാണ്, സ്റ്റോറി തന്നെയാണല്ലോ, അപ്പം അതിൻ്റെ ഒരു ആവശ്യമില്ല. ഇഷ്ടപ്പെട്ടു. പെർഫോമൻസ് ഞെട്ടിച്ചത് സർപ്രൈസിംഗ് ആയിട്ട് ഒന്ന് ക്ലൈമാക്സിൽ വന്ന ഒരാള് സർപ്രൈസിംഗ് ആയിട്ട് വന്നു. ലാലേട്ടൻ്റെ ഫൈറ്റ് സീൻസ് അടിപൊളിയായിട്ട് തോന്നി. ജംഗിളും ഫൈനലിലെ ഫൈറ്റ് സീൻസ് കുറച്ച് ഗൂസ് ബം മൊമെന്റ്സ് ഉണ്ടായിരുന്നു. അതെനിക്ക് എന്നുവെച്ചാൽ ഇപ്പോൾ മലയാളം ഇൻഡസ്ട്രിയിൽ അങ്ങനെ മാസ് മൂവീസ് സ്കെയിലിൽ വരത്തില്ല. പക്ഷേ അങ്ങനെ നോക്കുമ്പം കുറച്ചൊരു ബാക്കി ഇൻഡസ്ട്രീസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആ ലെവലിൽ കുറച്ചൊരു അപ്സ്കെയിൽ ചെയ്ത മൂവീസ് മേക്കിംഗ് നൈസായിരുന്നു. പിന്നെ എനിക്ക് ഫൈറ്റ് സീൻസിൻ്റെ കൊറിയോഗ്രാഫി ഇഷ്ടപ്പെട്ടു, മ്യൂസിക് ഇഷ്ടപ്പെട്ടിരുന്നു ഇടയ്ക്ക്. അതെ, പിന്നെ ഇടയ്ക്ക് ജോബ് കുര്യൻ്റെ ഒരു ചെറിയൊരു പോർഷൻ ഉണ്ടായിരുന്നു, അത് നല്ല കാമായിട്ട് സൂതിങ് ആയിട്ട് പോയത്. എങ്ങനെയുണ്ടായിരുന്നു എമ്പുരാൻ? ലൂസിഫറിന്റെ എമ്പുരാനിലോട്ട് വന്നപ്പോൾ എങ്ങനെയുണ്ട് ആ ഒരു മാറ്റം? കൊള്ളാം, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മേക്കിംഗ് കൊള്ളാം, നല്ല പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? എല്ലാവരുടെയും അടിപൊളി തന്നെ, നന്നായി. നല്ല എനിക്കതിനെ പറ്റി വലിയ ധാരണയില്ല. ഉദ്ദേശിക്കുന്നതിനേക്കാൾ നല്ലതായിട്ട് ചെയ്ത് കേട്ടോ. നമ്മൾ ആദ്യമൊക്കെ വിചാരിച്ച പൊളിറ്റിക്സിൻ്റെയൊക്കെ കാര്യങ്ങളായിരിക്കും, പക്ഷെ വൈബ് കേട്ടോ, അടിപൊളി. സത്യം ഭയങ്കര എക്സലന്റ്. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും കാണുമെന്ന്. സൂപ്പർ കേട്ടാ. ലൂസിഫറിൽ നിന്ന് എമ്പുരാനിലോട്ട് വന്നപ്പോൾ ഓ കിടില, ഇഷ്ടപ്പെട്ട്. എനിക്ക് പൃഥ്വിരാജിന്റെ ഇഷ്ടപ്പെട്ട്. മഞ്ജു ചേച്ചി കൊള്ളില്ലായിരുന്നു. ഓ മഞ്ജു ചേച്ചി കിടില, ആ ഒരു സീൻ കിടിലായിട്ടുണ്ട്.